അമ്മേ, നേരമാവുന്നു. ചോറ് റെഡിയാക്ക്. ഒന്നും ബഹളം വെക്കാതെ പെണ്ണേ. ആഹാ, ചോറേന്നും പറഞ്ഞു കിടന്ന് കോവിട്ട് നീ ഇതുവരെ ഒരുങ്ങിയില്ലല്ലോ. മുടി ഞാൻ കെട്ടിത്തരാം. മതി നീ. ഓ, തലയല്ലാണ്ട് പിശാന്ന് ഒട്ടുന്നു. അതെങ്ങനെയാ? എണ്ണ തേച്ച ചോന് കഴുകി കളയത്തില്ലല്ലോ. നീ എന്തോന്നായി കിടന്ന് ഓടുന്നേ? എത്ര നേരമായി നോക്കുന്നു. എന്തായി നോക്കുന്നേ? മതി അമ്മേ, നേരമായി, ഞാൻ പോട്ടെ. കെട്ടിക്കാൻ പ്രായമായി. കോളേജിൽ പോണെങ്കിൽ ഇപ്പോഴും ഒരുക്കി വിടാൻ അമ്മ വേണം. ഞാൻ ഇപ്പോഴും അമ്മയുടെ പുന്നാര മോളല്ലേ. അയ്യോ, നേരമായേ. നില്ല്, ബസ്സിന് കാശ് വേണ്ടേ? നിക്ക്. ഇതുകൊണ്ടൊരു സാരി വാങ്ങിച്ചോ. അപ്പോ അച്ഛന്റെ പെൻഷൻ വന്നോ? ആ, ഇന്നലെ കിട്ടി. അമ്മയ്ക്കൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട, നീ പോ. ഞാൻ പോട്ടെ അച്ഛാ. അമ്മേ, ഞാൻ പോണു. സാരി നല്ലത് നോക്കി വാങ്ങിക്കണേ. കുറച്ചുകൂടെ കഴിക്കൂ നീ. മതി മതി. ശരിക്ക് കാപ്പ് കുടിക്കാൻ കൂടി നേരമില്ല. നേരത്തെ പോയാലേ ബങ്കിന്റെ ലൈസൻസ് ഒന്ന് വാങ്ങിക്കാൻ പറ്റൂ. അച്ഛന് കാപ്പ് കുറച്ചുകൂടെ. വേണ്ട മോളെ. അച്ഛാ, ഈ ചെക്ക് ഒന്ന് ഒപ്പിടണം. എന്താ ഇത്? നീ ഇന്നലെയല്ലേ 7000 രൂപയുടെ ചെക്ക് ഒപ്പിടിപ്പിച്ചോണ്ട് പോയത്? അത് 3000 ചേർത്താണ് IOC-കാർ കൊടുത്തത്. ഞാനിപ്പോ ലൈസൻസ് വാങ്ങാനാ പോകുന്നത്. ഓഹോ. ആ, പിന്നെ നമ്മുടെ പടിഞ്ഞാറേ ബ്ലോക്കിൽ റബ്ബർ മുറിച്ച് കയറ്റിക്കൊണ്ട് പോയോ? എന്നാ പിന്നെ റീപ്ലാന്റിങ് തുടങ്ങാമല്ലോ. നീ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നില്ല, ഒന്നും തിരിച്ചടയ്ക്കുന്നില്ലല്ലോ വിശ്വം. അടച്ചിട്ട് എന്താ കാര്യം? കഴിഞ്ഞ ആഴ്ചയല്ലേ അച്ഛൻ 1 ലക്ഷം രൂപ വിലയുള്ള ക്യാമറയും സൗണ്ടും ഒക്കെ രാജുവിന് വാങ്ങിക്കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗമുള്ളത്? അവൻ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുന്നേ? എന്തുപയോഗം? അത്രയും പണം ബ്ലോക്കായി. ചേട്ടാ, ഞാൻ ചോദിച്ചത് അതിന് ഇന്നലെയല്ലേ നിനക്ക് 15 രൂപ തന്നത്? അതിന് പുസ്തകം മേടിച്ചെന്നേ. 2 രൂപയെ. അത് മതി. മതിയടാ. ആ, 2 2. കഴിച്ചോടാ. നിനക്കാ കഴിക്കടാ. തോമസ് കുട്ടി വിളിച്ചാൽ ഞാൻ വങ്കി കാണുമെന്ന് പറ. ബാബേ മോനെ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരില്ലേ? ഇല്ല, ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ വസ്തുവിന്റെ കാര്യം അവര് ചോദിച്ചാൽ എന്താ പറയണ്ടേ? ഒരു 2 ആഴ്ചക്കകം പറയാമെന്ന് പറ. പിന്നെ തൽക്കാലം അച്ഛൻ ഈ കാര്യം അറിയണ്ട. ചിറ്റപ്പനായിട്ട് പറ. ടാറ്റാ. രാജു, നീ ഇന്ന് തളം വെച്ചില്ലേ? എന്നും കാലത്ത് തളം വെച്ചുകൊണ്ടിരിക്കാൻ വലിയ പാടാണ് അച്ഛാ. ഡോക്ടർ പറഞ്ഞതല്ലേ മുടക്കരുതെന്ന്? ഉച്ചരിഞ്ഞ് നോക്കാം. ഓരോ സുഖക്കേടിനും ഓരോ ചികിത്സാ സമ്പ്രദായങ്ങളാ. അത് വിധിപ്രകാരം ചെയ്തില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. അക്കരെ ഭാർഗവമ്മ കാണാമെന്നിരിക്കുന്നു.
ഇരിക്കു ഭാർഗവിയമ്മേ. ഓ ശങ്കര, എന്തോ? ചായ. ഓ. പിന്നെ എന്തൊക്കെയുണ്ട് ഭാർഗവിയമ്മേ വിശേഷങ്ങൾ? കണ്ടിട്ട് കുറെ കാലായല്ലോ. ഓ വീട്ടിലെ ബന്ധപ്പാട് കൊണ്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ നേരം കിട്ടാറില്ല. എന്നാലും ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാറുണ്ട്. ആ, ഞാൻ ഭാർഗവിയമ്മയെ വിളിപ്പിച്ചത് എന്റെ രണ്ടാമത്തെ മകൻ രാജു ഉണ്ടല്ലോ. ഊവ് എന്തോ ചികിത്സയിലാണെന്ന് കേട്ടു. ആ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. രാജുവിന് അമ്മയെന്ന് പറഞ്ഞ ജീവനായിരുന്നല്ലോ. അമ്മയുടെ പെട്ടെന്നുള്ള മരണം കൊണ്ടാണോ അതോ രാത്രിയും പോലും ഉറക്കളച്ച് പഠിച്ചിട്ടാണോ എന്തോ 1 വർഷം മുമ്പ് അവന്റെ മനസ്സിന്റെ സമനില ഒന്ന് തെറ്റി. അല്ല, ഇപ്പൊ അത് ഭേദമായി. ഇപ്പൊ ചികിത്സ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അശ്വതിയുടെ അമ്മ എപ്പോ വന്നു? കുറച്ചു നേരമായി. അശ്വതി അവിടെ ഉണ്ടോ? ഇല്ല, കോളേജിൽ പോയി. അല്ല, പുള്ളിക്കാരത്തിയെ കണ്ടിട്ട് കുറെ നാളായി. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. അശ്വതി എന്നാ മോടെ പേര് ഇല്ലേ? അതെ. ഞാൻ അതിന് മറന്നു. രാജു നന്നായിട്ട് ഓർമ്മിക്കുന്നു. വിളിപ്പിച്ചത് എന്തിനാന്ന് പറഞ്ഞില്ല. ആ, ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. രാജുവിന്റെ അമ്മയുടെ മരണം അവനെ മാത്രമല്ല എന്നെയും തളർത്തി കളഞ്ഞു. ഇപ്പോ ഈ വീട്ടിൽ സ്ത്രീകളായിട്ട് വിശ്വന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. രാജുവിന്റെ കാര്യങ്ങൾ നോക്കാനും ഒരാള് വേണ്ടേ? നീ അകത്തേക്കല്ലേ? കുടിക്കും. ആ, അപ്പോ രാജുവിന്റെ വിവാഹം ഉടനെ നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. രാജുവിനോട് ഞാൻ ഇതേപ്പറ്റി ആലോചിച്ചു. അവൻ പറയുന്നത് അശ്വതി അല്ലാതെ മറ്റൊരു കുട്ടി അവന് വേണ്ടെന്ന്. പിന്നെ അവര് തമ്മിലാവുമ്പോ ഒരുമിച്ച് പഠിച്ച് വളർന്നവരായതുകൊണ്ട് എനിക്കും അതിൽ എതിർപ്പില്ല. അതുകൊണ്ട് നമുക്കത് ഉടനെ അങ്ങ് നടത്താം. എന്താ? പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവുന്നുള്ള പേടി വേണ്ട. ഇവിടെ താമസിക്കാമല്ലോ. അല്ലെങ്കിൽ ഒരു വിളിപ്പാട് അകലല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ കല്യാണത്തെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു മറുപടി പറയുന്നേ. അശ്വതിയോടും കൂടെ ഒന്ന് ചോദിക്കട്ടെ. ചോദിച്ചിട്ട് മതി. പിന്നെ വേറൊരു കാര്യം, കല്യാണത്തിന്റെ ചെലവുകളെ കുറിച്ചൊന്ന് ഓർത്ത് ഭാർഗവിയമ്മ വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ ചെയ്തോളാം. ആലോചിച്ചിട്ട് പറയാം. ആലോചിച്ചിട്ട് മതി. പക്ഷേ ശരിയെന്നേ പറയാവൂ. ഓരോരുത്തരുടെ ഓരോ ആഗ്രഹമേ. പാവങ്ങളാന്ന് കണ്ടിട്ടാ. നാട്ടിൽ 100 പെമ്പിള്ളാരുണ്ട്. അതൊന്നും വേണ്ട, അവന് അശ്വതിയെ മാത്രം മതി പോലും. അവിടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ എത്ര കഷ്ടപ്പെട്ട അതിനെ ഈ നില വളർത്തിക്കൊണ്ട് വന്നതെന്നറിയാവോ? എന്റെ മോളെ ഒരു ഭ്രാന്തന് പിടിച്ചു കൊടുക്കാനുള്ള ഗതിയോടൊന്നും എനിക്ക് വന്നിട്ടില്ല. പണത്തിന്റെ ഒരു കുഴപ്പമാണെങ്കിൽ അവരുടെ കൂടെ അങ്ങ് ഇരുന്നോട്ടെ. എനിക്ക് പണത്തിനോട് വലിയ ആഗ്രഹമൊന്നുമില്ല. ഗംഭീരമായിട്ട് നടത്താം, ചെലവെല്ലാം ചെയ്തോളാം, ഉടനെ നടത്തണം പോലും. പോരാത്തതിന് ഞാനും കൂടെ അവിടെ അങ്ങ് താമസിച്ചോളാൻ. ആര് പോകും ഇവിടെയൊക്കെ പടിവാതുക്കല്? ഓ, ഇത്ര നാളും ഇല്ലാത്ത ഒരു ദയ. മുണ്ട് മുറുക്കി കൊടുക്കേണ്ടി വന്നാലും ഞാനും എന്റെ മോളും ഒരുത്തരുടെ പടിവാതൊക്കെ പോകത്തില്ല. എന്താ ഭാർഗവമേ ഈ പറയുന്നത്? തന്നോടൊന്നും അല്ലടോ ഇയാളെ ഉമ്മേരി. എന്നെ പിടിക്കാൻ അശ്വതി, രാജു, അശ്വതി ആളാകെ മാറിപ്പോയല്ലോ. രാജു വെറുപ്പ് തോന്നാൻ അത്രയും മാറിയോ? ഏയ്, താടിയൊക്കെ വെച്ചപ്പോ രാജുനെ കാണാൻ നല്ല രസമുണ്ട്. നേരെ തമാശ പറഞ്ഞല്ല. ആ, അശ്വതിയുടെ അമ്മ രാവിലെ വീട്ടിൽ വന്നായിരുന്നു. ഞാൻ അശ്വതിയെ കുറിച്ച് ചോദിച്ചു. എന്നിട്ട് എന്താ പൊതി? തല്ലിപ്പുളിയാണ്. ഏയ്, മോശമൊന്നുമില്ല. എന്റെ അശ്വതിക്ക് നന്നായി ചേരും. ഇപ്പോഴെങ്ങനെയുണ്ട്? സുഖമായി. എന്നാലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. രാജു ഇനി കോളേജ് വരുന്നില്ലേ? ഓ, കോളേജ് എല്ലാം മടുത്തു. ഇപ്പൊ സ്പേസ് റിസർച്ച് ആണ് എന്റെ ഹോബി. കടന്ന കൈയാണല്ലോ. മറ്റൊരു കടന്ന കൈയും കൂടെ ചെയ്താലോ എന്ന് ആലോചിക്കുക. ഒരു കല്യാണം കഴിച്ചാലോന്ന്. പെണ്ണാരാന്നറിയാമോ? ഇല്ല. എന്റെ അശ്വതി തന്നെ. പണ്ട് ഞാൻ ഈ മോതിരയിട്ട് തന്നപ്പോ ഇത്രയും വേഗം നമ്മുടെ കല്യാണത്തെ പറ്റി ആലോചിക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ? ഞാൻ പോട്ടെ. ഏയ്, നാളെ ക്ലാസ് ഉണ്ടോ? ഇല്ല. എന്നാ കാണാം. ഇവിടെ വെച്ച് തന്നെയാണോ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ വേണ്ടാത്ത കാര്യത്തിന് ഇടപെടരുന്നു? പട്ടിയെ കൊണ്ട് വന്നിരിക്കുന്നു. നല്ല സാരി ഇല്ലമ്മേ? നീയും രാജുവും തമ്മിൽ ഇഷ്ടമാണോ? നീ അവനെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? എന്താടി ഒന്നും മിണ്ടാത്തത്? രാജുവിനെ ഞാൻ ഇപ്പൊ കണ്ടിട്ടാ വരുന്നത്.
ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. രാജു പണ്ടത്തെക്കാളും വളരെ നന്നായിട്ടുണ്ടമ്മേ. പിന്നെ ഒരു കൊല്ലം ഭ്രാന്താശുപത്രി കിടന്ന ആളാ നന്നാവുന്നത്. ഞാനും കണ്ടതാണല്ലോ. ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നേ ശരിയാ, പക്ഷെ അത് ഭ്രാന്തൊന്നും ആയിരുന്നില്ല. പിന്നെ ഭ്രാന്താസ്പത്രിയിൽ കൊണ്ടാക്കിയ ഒരു നിശ്ചിത കാലം ചികിത്സിച്ചേ അവർ പറഞ്ഞയക്കൂ. അത് പിന്നെ അസുഖം വരാതിരിക്കാനാണെന്നേ. എന്തോ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കും. കണ്ണടച്ചേ. എന്തിന്? കണ്ണടച്ച് കൈ നീട്ടാ. ശരി. ഈ സിഗരറ്റ് വലി എപ്പോ തുടങ്ങി? ഇന്നലെ ആദ്യത്തെ വലിച്ചു, ഇത് രണ്ടാമത്തെ. എന്നാ രണ്ടാമത്തെ ഇനി വലിക്കണ്ട. ഞാൻ രാജുവിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കും? പറഞ്ഞു കൊടുക്കുമല്ലോ. പറയും. അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. വേണ്ട. വരാന്ന്. അശ്വതി രാജു. അമ്മേ ഉറങ്ങിയോ? ഇല്ല. അമ്മേ ഞാനൊരു സത്യം പറയട്ടെ. എന്താ? ഈ മോതിരം എനിക്കൊരു കൂട്ടുകാരി തന്നതാണെന്നല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞത്. അത് നുണയാണ്. സ്കൂളിൽ പഠിക്കുമ്പോ രാജു എനിക്ക് ഇട്ടു തന്നതാണ്. ഞങ്ങൾ കല്യാണത്തെപ്പറ്റി മുമ്പും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ അമ്മയോട് പറയണമെന്ന് അറിയില്ലായിരുന്നു. നിന്റെ അച്ഛൻ മരിച്ച പിന്നെ എന്റെ ഏക ആശ്രയം നീയാണ് മോളെ. അത് ഞാൻ അകലേക്കല്ലല്ലോ പോകുന്നത്. എന്റെ അമ്മ ഈ കല്യാണത്തിനെതിരെ പറയരുത്.
പെണ്ണ് കാണുന്നില്ലല്ലോ എവിടെ? പിന്നെ എന്തൊക്കെയുണ്ട് ഞങ്ങൾ പോട്ടെ. ചേച്ചി വീട്ടിലോട്ടൊക്കെ വരണുണ്ടെങ്കിൽ നമുക്ക് പോവാം. വാണി പോവാ. ഞങ്ങൾ പോട്ടെ. വരട്ടെ. ഭാർഗവ്യമ്മ പോവാണോ? അതെ. കാറിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ നടന്നു പോക്കോളാം. ഞാൻ പറഞ്ഞില്ലേ, കൈ കൈ മറ്റേ കായ് മനസ്സിലായോ? Ready? ഇതിന്റെ ചെറിയ ഹോബി മാത്രമാണ്. ഞാൻ കുറെ ഷോർട്ട് ഫിലിംസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ പ്രൊജക്ടിലിട്ട് അശ്വതിയെ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഈയിടെയായി എനിക്ക് സ്പേസ് ടെക്നോളജിയും ഹ്യൂമൻ സൈക്കോളജിയിലോട്ടാണ് കൂടുതൽ താല്പര്യം. അതിന്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജുവിന്റെ മുറിയിൽ ഇല്ലാത്തതൊന്നുമില്ല. ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ്. എന്റെ ഡ്രീം ഹൗസ് വന്ന് കാണണം. അപ്പാരും രാജു ആരാന്ന്. ഇത്ര പെട്ടെന്ന് നമ്മൾ ഒരുമിച്ച് ഈ മുറിയിൽ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് രാജുവിന്റെ മിടുക്ക്. അപ്പൊ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിലോ? എന്റെ അശ്വതി സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ഇതാരുടെ ഈ ഫോട്ടോ? അതോ എന്റെ മുത്തശ്ശന്റെ. ഓ, മുത്തശ്ശൻ രാജിനേക്കാൾ സുന്ദരനാണല്ലോ. എന്താ പറയാ? എനിക്ക് വയ്യ. ഇത് വേണം തിരിച്ചറിയാം. വെരി ഗുഡ്. Catch this. Good. And this. Throw. അയ്യോ, വേണ്ട, വേണ്ട. Come on. Once more. Very good. വേണ്ട രാജു. രാജു. Fantastic. രാജു,
രാജു, കഥ തുറക്കാൻ. എന്താ അവിടെ ശബ്ദം കേട്ടത്? അത് വാട്ടർ ജഗ് വീണുടഞ്ഞതാ. ആ, രാജു എണീറ്റില്ലേ? ഇല്ല. രാത്രി മൂത്രയ്ക്ക് എന്റെ രാജന്റെ മുറിന്ന് സംസാരം കേട്ടിരുന്നു. രാത്രി തീരെ ഉറങ്ങില്ലല്ലേ? എന്താ ഇത്? വാട്ടർ ജഗ് തട്ടി ഉടഞ്ഞതാ. ഒരു കാര്യം ചെയ്യൂ, കടയിലോട്ട് വന്നാൽ മതി, ഞാൻ ശരിയാക്കി തരാം. അമ്മു, എന്താ ഇത്? വളരെ മോശമായി പോയി. അത് സാരമില്ല, രാജു കാപ്പി കുടിച്ചു. അതൊക്കെ ഞാനെടുത്ത് കളഞ്ഞോളാം. എങ്ങനെയാണ് കണ്ണാടി പൊട്ടിയത്? എന്താടാ, വീണ്ടും തുടങ്ങിയോ? ആ, രാത്രി മുഴുവൻ ക്രിക്കറ്റ് കളിക്കായിരുന്നല്ലേ? അത് ഞാൻ സ്റ്റൂളെടുത്ത് മാറ്റിയപ്പോ ഉടഞ്ഞതാ. ഇവനായിരുന്ന പിന്നെ ഉണ്ട്. അശ്വതിക്ക് എന്താ കണ്ണ് കണ്ടൂടെ? നീ വാ. എന്താ വിഷയം? എന്താ ഉണ്ടായത്? എന്റെ കല്യാണത്തിന് വല്യമാവൻ സമ്മാനം തന്ന കണ്ണാടി രണ്ടാളും കൂടി ഉടച്ചു. ആ, അത് ഇനി പറഞ്ഞു വലുതാക്കണ്ട. വേറൊന്നും അങ്ങേ തീർന്നില്ലേ കാര്യം? ആ, അത് മതി. ശരിക്കൊന്ന് തോർത്തിക്കൂടെ? തലയൊന്നും ശരിക്ക് തോർത്തിട്ടേ ഇല്ല. നല്ല പാർട്ടിയാ. ഒന്നങ്ങോട്ട് മാറി നിന്നേ. മാറി നിൽക്കൂ. എന്തിന്? ഇത് ഇടാനാ. ഇടാൻ തന്നെ തന്നേ.
പെണ്ണുങ്ങളുടെ മുമ്പേ വെച്ച് അങ്ങോട്ടൊന്ന് മാറി നിൽക്കാന്. പെണ്ണോ? ഞാൻ വെറും പെണ്ണല്ലല്ലോ, രാജുവിന്റെ ഭാര്യയല്ലേ. അത് ശരിയാ. കണ്ണടച്ച് അങ്ങോട്ട് തിരിഞ്ഞു നിന്നോ. ഞാൻ പറയുമ്പോഴേ തുറക്കാവുള്ളൂ. ശരി. തുറക്കല്ലേ? ഇല്ല. തുറക്കല്ലേ? ഇല്ലെന്നേ. തുറക്കല്ലേ? ഇല്ലെന്നേ. അയ്യോ. ഇതാണ് എന്റെ ഡ്രീം ഹൗസ്. ഇവിടെ വരുമ്പോ മാത്രമാണ് എനിക്ക് സ്വസ്ഥത കിട്ടുന്നത്. ഇവിടെ ഇരുന്ന് ഞാൻ പാടാറുണ്ട്, പെയിന്റ് ചെയ്യാറുണ്ട്. എന്റെ എല്ലാ ആക്ടിവിറ്റീസ് ഇവിടെയാണ്. ഈ കിളികൾക്കൊക്കെ പേരുണ്ടോ? പേരുണ്ട്. എന്താ പറയട്ടെ? അശ്വതി 1, അശ്വതി 2, അശ്വതി 3 and 4, അശ്വതി 5. എല്ലാ അശ്വതി തന്നെ. വാ വാ, വലത്ത് കാലം വെച്ച്. ഇതാണ് എന്റെ പ്രൈവറ്റ് സ്പേസ് റിസർച്ച് സെന്റർ. എല്ലാം ഫ്യൂച്ചർ ഡിസൈൻസാ. ഇവിടെ നോക്കാം. ഈ ഡിസൈൻ എടുത്ത് ഇതിന്റെ കൂടെ ചേർത്ത് അവനെ ഉണ്ടാക്കിയെടുത്തു. നേരെ മുകളിലോട്ട്. ഇവിടെ വരുമ്പോ എനിക്ക് പലപ്പോഴും ഉറക്കെ കൂവി വിളിക്കാൻ തോന്നും. എന്നാ ഒന്ന് കൂവിക്ക്. ഞാൻ കൂവട്ടെ? ഞാൻ കൂവും. അശ്വതി, അശ്വതി. എന്നെ പിടിക്കാമോ? പിടിച്ചാ എന്തേരും? വാ. ആ ശരി. ഇവിടെ മുതൽ അവിടം വരെയാണ് വിൽക്കാനുള്ള സ്ഥലം. അപ്പൊ എല്ലാം കൂടി എത്ര ഏക്കർ വരും? ഒരു 10-300 ഏക്കർ വരും. ശങ്കര, രാജുവിനെ അശ്വതി അവിടെ നിന്ന് പറഞ്ഞേച്ച്. ഞാൻ വിളിച്ചിരുന്നപ്പോ അശ്വതി പേടിച്ചു പോയോ? കാണാനായപ്പോ വലിയ സന്തോഷം തോന്നി. ജീവിതത്തിൽ ഞാൻ ഇത്രയധികം സന്തോഷിച്ചിട്ടേ ഇല്ല. ഇനിയും സന്തോഷിക്കാതിരിക്കുന്നതേ ഉള്ളൂ. രാജു, രാജുവിനോട് അച്ഛൻ വീട്ടിലോട്ട് എല്ലാം പറഞ്ഞു. എന്തിനാ? അതവിടെ ചെന്ന് ചോദിക്കണം. എന്റെ അടുത്ത് വലിയ സ്റ്റൈലൊന്നും കാണിക്കണ്ട കേട്ടോ. ചേട്ടന്റെ കാല് തിരുമ്മി കൊടുത്തിട്ട് വല്ലതും കിട്ടിയാ അങ്ങ് വാങ്ങിച്ചോ. അത് പിന്നെ സ്വബോധമുള്ളവരുടെ കാല് എരുമ്മി കൊടുക്കുന്നതല്ലേ നല്ലത്. പേടിപ്പിക്കല്ലേ. കുഞ്ഞിനറിയില്ല 6-7 മാസം ചവിട്ടം തൊഴിയും കൊണ്ട് ശുശ്രൂഷിച്ച ഞാനാ എവിടെ പ്രാന്താശുപത്രി. രാജു
വരൂ നീ വേണ്ട. ഏറ്റവും കൂടുതൽ റബ്ബർ കിട്ടുന്ന സ്ഥലമാണ്. എനിക്കിത് കൊടുക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല, പക്ഷെ ഇതെല്ലാം നോക്കി നടത്താൻ ആള് വേണ്ടേ? അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു. പക്ഷേ ഡീലിംഗ് കഴിയുന്നവരെ മറ്റാരും ഇത് അറിയണ്ട. എനിക്കറിയണേ എന്നെ എന്തിനാ ഇങ്ങനെ നിയന്ത്രിക്കുന്നതെന്ന്. ഔട്ട് ഹൗസിൽ പോകാൻ പാടില്ല, എസ്റ്റേറ്റിൽ കൂടെ നടക്കാൻ പാടില്ല, കാറും ബൈക്കും എടുക്കാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യണം പിന്നെ? വിശ്വം വരട്ടെ, നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. സമാധാനമില്ലാത്ത എനിക്കല്ല, തലയ്ക്ക് സുഖമില്ലാത്തവർക്കാ. ബിസിനസ് നോക്കണം, സ്വത്തുക്കൾ നോക്കണം, ഇതിനെല്ലാം കൂടെ ഞാനൊരാള്. എന്ന് വെച്ച് സ്ഥലം വിൽക്കുന്ന കാര്യം നീ എന്നോട് ആലോചിക്കാൻ ഞാൻ എന്താ? ആലോചിക്കാതിരുന്നത് രാവിലെ എഴുന്നേറ്റ 100 കൂട്ടം കാര്യങ്ങളല്ലേ. പിന്നെ വെറുതെ കിടന്ന് നശിക്കുന്നതിൽ നല്ലതല്ലേ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നത്. ഇതെല്ലാം വിറ്റിട്ട് കാശ് എനിക്കെടുക്കാനല്ല, അച്ഛന്റെ പേർക്ക് ബാങ്കിലിടാനാ. നല്ലത് ചെയ്യാൻ പോയിട്ട് ഇപ്പൊ എന്തായി? എനിക്ക് വയ്യ അച്ഛ എല്ലാ ഭാരം കൂടി തലേ ചുമന്നോണ്ട് നടക്കാൻ. അച്ഛനൊരു കാര്യം ചെയ്യും, ഫാക്ടറിയും പെട്രോൾ ബങ്കും തുണിക്കടയും ഞാൻ നോക്കാം, സ്വത്തുക്കളും മറ്റും രാജു നോക്കട്ടെ. അവന്റെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് കുറെ കൂടെ കഴിഞ്ഞിട്ട് പോരെ? എന്നാ പിന്നെ ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടരുത്. വന്നു കയറിയതേ ഉള്ളൂ, അപ്പോഴേക്ക് തുടങ്ങി കുടുംബകലഹം. രാജു, ഞാനൊന്ന് അമ്മയുടെ അടുത്ത് പോയിട്ട് വരാം. രാജു വരുന്നോ? ഇല്ല, ഞാൻ ഇന്ന് വരുന്നില്ല. അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ പിന്നെ വരാമെന്ന്. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ, വേഗം തിരിച്ചു വരണം കേട്ടോ. ഓ, എന്റെ കൊച്ചിവിടുന്ന് പോയേ പിന്നെ എനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. 100,000 തവണ പ്രാർത്ഥിച്ചിട്ടാ ദൈവം ഒന്നിനും എനിക്ക് തന്നത്. അതിനെ കെട്ടിക്കൊടുത്തിടത്ത് പോയി താമസിക്കാൻ പറ്റൂ? അത് എനിക്ക് കുറച്ചില്ലല്ലോ. ഒരു കുറച്ചിലും ഇല്ല. എത്ര ദിവസമായി നിന്നെ ഒന്ന് കണ്ടിട്ട്, ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. അമ്മ എന്താ അങ്ങോട്ടൊന്നും വരാതിരുന്നത്? ഞാൻ എപ്പോഴും അങ്ങോട്ട് ഓടി വരുന്നത് ശരിയാന്നോ മോളെ? രാജു അവിടെ? രാജുനോട് ഒരുപാട് പണിയുണ്ടമ്മേ. അമ്മയെ കാണാനുള്ള കൊതി കൊണ്ട് ഞാനിങ്ങ് ഓടിപ്പോന്നതാ. നിനക്കവിടെ സുഖമാന്നാ മോളെ? നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോ 10 ആളുള്ളതിന് തുല്യമായിരുന്നു. ആ, ഓടി അങ്ങ് പൊക്കളരുത്. ഊണൊക്കെ കഴിഞ്ഞ് പതുക്കെ പോയാ മതി. രാജു ഇവിടെ ഒറ്റയ്ക്കോ? ആഹാ, നിനക്കിപ്പോ ഞാനല്ലേ വലുത്, രാജു അല്ലേ? ഇവിടെ എനിക്ക് രണ്ടുപേരും വലുതാ. വാ. രാജു, വാ ചെയ്യൂ. രാജു, ബോളിടൂ. രാജു, എടാ നിർത്തടാ. രാജു അടിക്കാതാ. രാജു, അമ്മ ഇല്ലാത്തോണ്ടല്ലേ നീയൊക്കെ കൂടെ കൊല്ലാൻ വരുന്നേടാ? രാജു ബഹളം ഉണ്ടാക്കണ്ട. നീ നോർമലല്ല, ബാറ്റ് താഴെ. എടാ ബാറ്റ് താഴെടാ. എടാ ഞാൻ പറയുന്നത് കേൾക്ക്. എടാ രാജു, നീ നോർമലല്ല. എല്ലാരും കൂടെ കൊല്ലാൻ വരുന്നോടാ? എടാ രാജു ബാറ്റ് താഴെടാൻ. ബഹളം ഉണ്ടാക്കണ്ട. രാജു നടക്കില്ല. രാജു രാജു
വിശ്വം ഇങ്ങോട്ട് നടക്കാൻ ഇട്ടാലേ ശരിയാവും. രാജു 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 ഞാൻ പറഞ്ഞു കേൾക്കൊന്ന് അടങ്ങി നിൽക്കാൻ. കൊല്ലാൻ നോക്കുന്നല്ലേ? കുറെ കാലായിട്ട് കണ്ടു ഇനി ഇത് ഇവിടെ വെച്ചോണ്ടിരുന്നാൽ ശരിയാകുമെന്ന് തോന്നില്ല. അച്ഛാ അവരെല്ലാം ഇവിടെ എന്നെ കൊല്ലാൻ വരുന്നു. അച്ഛാ കൊല്ലാൻ വരുന്നു. വിശ്വം അച്ഛൻ കാര്യം അറിയാൻ സംസാരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കണ്ടോണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അച്ഛന് മനോഹരനെ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു. എന്താണ് മനോഹര, എന്താ ഉണ്ടായത്? അവൻ എന്നെ ബാറ്റ് കൊണ്ട് അടിച്ച് കൊല്ലാൻ വന്നു. അച്ഛാ അച്ഛൻ ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോ വെറുതെ അല്ല അച്ഛാ അല്ല, അതൊരു ഗൂഢാലോചനയാണ് അച്ഛാ. അവരെല്ലാരും കൂടെ എന്നെ തല്ലി കൊല്ലാൻ വന്നു. എന്റെ മോനെ, എല്ലാരും കുറെ ആളും കൂട്ടി എന്നെ തല്ലി കൊല്ലാൻ വന്നു. അച്ഛാ എന്റെ ദൈവമേ. എങ്ങോട്ടാ? ഇവരെ കൊണ്ടുപോയാലും മരുന്ന് വെച്ചോട്. വിശ്വം ആ കെട്ടഴിക്ക്. അച്ഛന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകാഞ്ഞിട്ടാ. അവൻ ആരെയും ഒന്നും ചെയ്യില്ല. അവന് പൊടുങ്ങുന്ന എന്തോ വിഭ്രാന്തി ഉണ്ട്. ആ കെട്ടഴിക്ക്. വിശ്വം, ഓ എന്റെ ഈശ്വര. രാജു രാജു അയ്യോ രാജു എന്ത് പറ്റി രാജു? അറിയില്ല രാജു. രാജു അയ്യോ എന്റെ രാജുവിന് എന്ത് പറ്റിയ പറയൂ. എന്താരും ഒന്നും മോളെ, നീ ആ കെട്ടഴിക്ക്. എന്റെ ഈശ്വര. രാജു ഐശ്വരി, അവനൊന്നും പറ്റിയിട്ടില്ല മോളെ. പിന്നെന്തിനാ രാജുവിനെ എല്ലാരും കൂടെ കെട്ടിയിട്ടത്? നീ വിഷമിക്കാതെ നീ അവനെ വിളിച്ചോണ്ട് പോ. അവനൊന്ന് വിശ്രമിക്കട്ടെ. രാജു എന്തിനാ വഴക്കിന് പോയത്? എനിക്കെന്തോ എല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ വരുന്ന പോലെ തോന്നി. ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്തൊക്കെയോ ചെയ്തു. രാജു വെറുതെ ഓരോന്ന് സംശയിക്കാണ്. അല്ല അശ്വതി, അല്ല. ഞാൻ വീണ്ടും പഴയതുപോലെ ഭ്രാന്തനാവുകയാണോ? രാജു ഒരിക്കലുമില്ല. രാജു വെറുതെ ഭയപ്പെടുകയാണ്. ഇതൊരു തരം ഫിയർ കോംപ്ലക്സ് ആണ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കോഴ്സ് മരുന്ന് തരാം. രാജുവിന് ഇഞ്ചക്ഷൻ കൊടുക്കും. അതിങ്ങ് തരൂ. Give it to me. എന്താ ഇത്? സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. പേപ്പർ മുറിക്കുന്ന കത്തിയാണോ സ്വയം രക്ഷ കൊണ്ടു നടക്കുന്നത്? എന്നെ വീട്ടിലൊരു ഗൂഢസംഘം കൊല്ലാൻ നടക്കുവാണ് ഡോക്ടർ. രാജുവിനെ ആരും കൊല്ലാൻ നടക്കുന്നില്ല. വീട്ടിലെല്ലാവർക്കും രാജുവിനോട് വലിയ സ്നേഹമാണ്. അശ്വതി അല്പം പുറത്തു നിൽക്കൂ. ഇരിക്കൂ രാജു. രാജുവിന് ഭ്രാന്തുണ്ടെന്നോ രാജു ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാവരുത്. ഒരു വീടായാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ ഗൂഢാലോചനയായി കണക്കാക്കരുത്. ഇനി ഇതുപോലെ എന്തെങ്കിലും മനസ്സിന് വിഭ്രാന്തി ഉണ്ടാകുമെന്ന് തോന്നിയാൽ
ഉടനെ എനിക്ക് ഫോൺ ചെയ്യണം. പിന്നെ ഞാൻ തന്നിട്ടുള്ള മരുന്നുകളൊക്കെ മുടങ്ങാതെ കഴിക്കണം. അശ്വതി, ഞാൻ ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഒരു ഭർത്താവ് എന്ന നിലയിൽ രാജു എങ്ങനെയാണ്? ഐ മീൻ ശാരീരികമായിട്ട്, അതായത് ലൈംഗിക കാര്യത്തിൽ ഒരു ഭാര്യ എന്ന നിലയിൽ അശ്വതിക്ക് രാജുവിന് ആ വഴിക്കൊന്ന് ഡൈവേർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പിൽസ് തീരെ ഉറക്കമില്ലാത്തപ്പോഴും മനസ്സിന്റെ സമനില തെറ്റുന്നു തോന്നുമ്പോൾ മാത്രം കൊടുത്താൽ മതി. ഇത് ഹൈലി സെഡക്റ്റീവ് ആണ്. ഒന്നിൽ കൂടുതൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ശരി ഡോക്ടർ. രാജു പോകാം. പോട്ടെ. പോട്ടെ ഡോക്ടർ. പിന്നെ രാജു, മനസ്സിലെ ഭയം അങ്ങ് പൂർണ്ണമായി മാറ്റണം കേട്ടോ? ശരി ഡോക്ടർ. ഓക്കെ. രാജു, ആ ടവലിങ് എടുത്തേ. ഏ? ആ ടവൽ. അടയ്ക്കണ്ട. തുറക്കുന്നേ. ഇങ്ങോട്ട് വാ. ഇവിടെ നിൽക്കാം. വിട്ടില്ല. വിട്ടില്ല. അച്ഛാ, ചേട്ടാ, രാജു അശ്വതിയെ കൊല്ലുന്നു. രാജു, രാജു, എടാ രാജു, അശ്വതി, എടാ കഥ തുറക്കടാ. നിക്കവിടെ. ബോബി, ഇവിടാ പന്ത്. മനോഹര, ഒന്ന് നിന്നേ. മനോഹര, ഇവിടെ നിക്കടാ. മനു, നിന്നോട് ഞാൻ നിക്കാനാ പറഞ്ഞേ. ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. എന്ത് പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നാ? രാജു അശ്വതി ബാത്റൂം. അതല്ലടാ, നിനക്ക് എന്നോട് ദേഷ്യമാണോ? നീ എന്റെ അടുത്ത് മിണ്ടില്ലേ? ഞാൻ അന്ന് നിന്നെ തല്ലിയത് മനഃപൂർവ്വം അല്ല മനോഹര. എനിക്ക് നല്ല സുഖമില്ലാത്ത കൊണ്ടല്ലേ. നമുക്കിന്ന് ക്രിക്കറ്റ് കളിക്കാമേ? കളിക്കാം. ഞാൻ നിന്റെ സൈക്കിൾ ഒന്ന് ചവിട്ടട്ടെ. മനോഹര, അച്ഛനും മധുരം വേണ്ടല്ലോ. ഞാൻ എന്നും വിചാരിക്കും വരണം വരണമെന്ന്. സമയം കിട്ടണ്ടേ? 100 കൂട്ടം കാര്യങ്ങളാണ്. പിന്നെ രാജിയുടെ കല്യാണമൊത്തു വന്നപ്പോ എല്ലാവരും കൂടെ ക്ഷണിക്കാൻ വരാമെന്ന് തീരുമാനിച്ചു. അതേതായാലും നന്നായി. എല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ. ഒരു മുടക്കാച്ചരക്ക് പോലെ ഈ വീൽ ചെയറിലും കട്ടിലുമായി എനിക്ക് മടുത്തു. പിന്നെ ആകെ ഒരു ആശ്വാസമുള്ളത് നിങ്ങളെ പോലെയുള്ളവരൊക്കെ വരുമ്പോഴാ. പണത്തിന്റെ കാര്യം ഒരു തലയും വിഷമിക്കണ്ട. ഇന്ദിരയുടെ കല്യാണത്തെക്കാളും കേമമാക്കണം രാജിയുടെ കല്യാണം എന്ന് അച്ഛന്റെ വാശി. കേമമായിട്ട് ഇതിനെ നടത്തിക്കോ. ചെലവിന്റെ കാര്യം ഞാൻ ഏറ്റു. ഇടേ ഒന്ന് അടിച്ചോ, എന്നിട്ട് അടുക്കള വല്ല ഇങ്ങ് എടുത്തോണ്ട് വാ. കഴിക്കേ. രാജുവിന് എങ്ങനെയുണ്ട്? ഓ, അത് പണ്ടത്തെ പോലെ തന്നെ. കഴിക്കേ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ? ഇതുവരെ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് എത്തി നോക്കിയത് പോലില്ല.
ആ പരാതി തീർക്കാൻ നിന്റെ കല്യാണത്തിന് ഐശ്വര്യ അമ്മയും കൂട്ടി 2 ദിവസം മുമ്പേ അങ്ങ് വരും. ഇല്ലേ മോളെ? വരാം. ഇന്ദിരേ, അശ്വതിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ആരും അറിയാറുമില്ല, അവരോട്ട് പറയാറുമില്ല. ചിറ്റപ്പം പടം വരയ്ക്കുന്നുണ്ടോ? അതേ മോന്റെ പടം. ആ ദാമു, ഉള്ളത് മുഴുവൻ വലിച്ചു കയറ്റണ്ട. ഊണ് കഴിഞ്ഞ് 100 സ്ഥലത്ത് കയറി ഇറങ്ങേണ്ടതാ. അതിനാളെയും കൂടുതലൊന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ കയ്യിലിരിക്കുന്ന ജീരകളാണോ? ലേരുള്ള ജീരകമുള്ള എന്താ വേണം? കളിയാ, അമ്മയുടെ വിചാരം നമ്മൾ അടിച്ച് ഓഫായെന്ന. രാജു, ഇന്ദിരയുടെ അച്ഛനും അമ്മ വരട്ടെ, എന്നിട്ട് ഒന്നിച്ചുണ്ണാം. എപ്പോഴാ? സന്ധ്യ ആയിട്ടോ? മണി 2 എനിക്ക് വിശന്നിട്ട് വയ്യ. അത്രയ്ക്ക് വിശപ്പെടേ നിനക്ക് മുകളിലെങ്ങനെ വരുന്നുണ്ട് കൂടെ? അത് നിനക്ക് അങ്ങോട്ട് തരാമായിരുന്നില്ലേ? രാജു, നീ എന്താ പറഞ്ഞത്? പറഞ്ഞു കേട്ടില്ലേ? എനിക്ക് വിശക്കണുണ്ടെന്ന്. രാജു, അളിയാ, രാജു കഴിക്കാൻ തുടങ്ങിയതല്ലേ, കഴിച്ചോട്ടെ. പറ്റില്ല. ഇവൻ അല്പം ക്ഷമിച്ചാലെന്താ? മനസ്സില്ല. വിശന്ന് കത്താൻ തുടങ്ങുമ്പോഴാ. ആരാണെങ്കിലും വന്നിട്ട് കഴിച്ചോളാൻ പറ. എഴുന്നേക്കടാ രാജു, എഴുന്നേക്കാൻ. എടാ. രാജു, എഴുന്നേക്കാൻ. എടാ, എഴുന്നേക്കാൻ. രാജു, രാജു. എന്തിനാ വിശ്വം നീ അവനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചത്? അവന് സുഖയില്ലെന്നുള്ള വിവരം നിനക്ക് അറിഞ്ഞുകൂടെ? ഹോ, നിന്റെ ഒരു പോയതൊക്കെ പോട്ടെ. ഇനി വേഗം വേറെ ഭക്ഷണം എടുത്തു വെക്കാൻ നോക്ക്. അശ്വതി, രാജു, 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 അയ്യോ, രാജു, രാജു, അമ്മേ. ഡോക്ടർ, ഡോക്ടർ. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സെഡേറ്റീവ്സ് രാജു കാണുന്നിടത്ത് വെക്കരുത്. വളരെ സൂക്ഷിക്കണം. എവിടെയെങ്കിലും പൂട്ടിയേ വെക്കാവൂ. എങ്ങനെയുണ്ട് ഡോക്ടർ? വളരെ അപകടനിലയിലായിരുന്നു. പിന്നെ ബാബിറ്റൻ വളരെയധികം കഴിച്ചു. ഒന്നു കൂടുതൽ കഴിക്കാൻ പാടില്ലാത്താണ്. പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. രാജു, രാജു. തല വെട്ടി പൊളിക്കുന്ന പോലെ ഭയങ്കര വേദന. സാരമില്ല.
എന്നിട്ട് അവൻ അതിന് പോയി വെളിച്ചെണ്ണ ഒഴിച്ചു. ബാക്കി കഥ പിന്നെ. അയ്യോ അത് പഞ്ചസാരല്ല ഉപ്പാണ്. ഈ കാപ്പിപ്പൊടി 1 സ്പൂണോ 2 സ്പൂണോ? അയ്യോ അത് ഒരുപാട് കൂടുതലാ. എനിക്ക് അറിയാമെന്നേ, എന്നെ പഠിപ്പിക്കണ്ട. മതി രാജു. ഞാൻ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായി കേട്ടോ. എന്താ ഇത്? കാപ്പി പോയി പോയി. കല്യാണത്തിന് പോയിരിക്കുന്നവർ എപ്പോഴാ വരിക? കല്യാണം കഴിയുമ്പോ ഇങ്ങ് വരും. അതല്ല, നിങ്ങൾക്ക് മാത്രം ചോറുണ്ടാക്കിയാൽ മതിയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം. അമ്മുക്കുട്ടി ഒന്ന് പോയി കിട്ടിയാ മതിയേ. എന്നാ ഞാൻ പോവാ. ഓ ഈ ലോകത്ത് നമ്മൾ മാത്രമായിരുന്നെങ്കിൽ പിന്നെന്തൊക്കെ കൊതിയുണ്ട്. ഇപ്പൊ എന്റെ മനസ്സ് നിറയെ കൊതിയുടെ കൂടാ. അശ്വതി, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താവുമായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നെ വിവാഹം കഴിച്ചതിൽ അശ്വതിക്ക് എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? അതെന്താ രാജു അങ്ങനെ ചോദിച്ചത്? അല്ല, എനിക്ക് ചിലപ്പോഴൊക്കെ ഉണ്ടാവുന്ന അസുഖത്തെ പറ്റി ഓർത്ത്. അശ്വതി, എന്റെ അശ്വതി അവർ കാത്തിരിക്കുക. നിക്ക്, ഞാൻ വരുന്നത്. ഇത്രയും കാലം എന്റെ അശ്വതിമാരെ ഞാൻ ഈ കൂട്ടിലിട്ട് വളർത്തി. ഈ കൂടൊരു തടവറ. ഇനി എന്റെ മക്കള് പോയി സ്വയം വളരട്ടെ. എല്ലാത്തിനെയും തുറന്നുവിടാം. തുറന്നുവിടാമ്പോ അശ്വതി, അയ്യോ ഇങ്ങോട്ട് നിക്ക, ഞാൻ ഫോക്കസ് ചെയ്യാം. നിക്ക. ഇനിയും ഇതാ. ഇത് ശരിക്കും വേവൊന്നുമില്ല. ആര് പറഞ്ഞു ഇങ്ങനെ കോഴി ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെയല്ല കോഴിക്കറി വെക്കുന്നത്. കോഴി കറിയല്ല വേണ്ടേ, ഈ ചൈനയിൽ ഇങ്ങനെയാ കോഴി ഫ്രൈ ചെയ്യുന്നത്. അത് ശരി, ചൈന കോഴി. ഇത് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കണമേ. പിന്നെ അമ്മ കഴിക്കില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയ കോഴി കഴിക്കില്ലല്ലോ. ആര് പറഞ്ഞു? അമ്മയെ കൊണ്ട് കഴിപ്പിക്കും. ആ, ഇത് ഞാൻ അമ്മയ്ക്ക് സ്പെഷ്യലായി ഉണ്ടാക്കി കൊണ്ടുവന്നതാ. രാജു തീയിൽ പിടിച്ചോണ്ട് വന്ന ആണോ? അമ്മ ഒന്ന് കഴിച്ചു നോക്കിയേ. ഞാൻ ഇതൊന്നും കഴിക്കാറില്ല, എന്നാലും നോക്കാം. എന്താമ്മേ? രുചി കൊണ്ട് മിണ്ടാൻ വയ്യ. ഞാൻ കുക്കിംഗിൽ ഒരു എക്സ്പേർട്ടാ. രാജു കഴിച്ചു നോക്ക്. വെന്തില്ലല്ലേ? ഇത് കോഴി പൊരിച്ചതല്ല, കരിച്ചതാ. മോളെ, ഇനി ഇതുപോലെ വല്ലപ്പോഴും കോഴിയെ ഉപ്പിയർത്ത് വേവിച്ചോണ്ട് വരണേ. സിനിമ കഴിഞ്ഞ് ഇതിലേ വരുവോ? അമ്മേ, സമയം കിട്ടിയെങ്കി വാ. പോ, സൂക്ഷിച്ചു പോ.
കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്തിലേന്നറിയാമോ? നിനക്ക് ആ താക്കോൽ ഇവിടെ വെച്ചിട്ട് പോകായിരുന്നില്ലേ? നിങ്ങൾ ഇത്ര വേഗം വരും എന്ന് വിചാരിച്ചില്ല. തിരിച്ചു വരില്ലാന്ന് തന്നെ വിചാരിച്ചു കാണുമല്ലേ? ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി, അതുകൊണ്ടാ വൈകിയത്. മോനെ, നിങ്ങളുടെ ഒരു സിനിമ പാല് കുടിക്കാതെ എന്റെ മോൻ കരഞ്ഞു കരഞ്ഞു ഉറങ്ങി. ആ ബൈക്കൊരു വഴിയാക്കി കാണുമല്ലേ? എണീറ്റ് പോടാ, ബൈക്ക് ഒരു വഴി. ബൈക്ക് എടുക്കാൻ കീ എവിടെ നിന്നാണ് കിട്ടിയത്? ഇന്നടത്ത് നിന്ന് കിട്ടി. ദാ എല്ലാവരും മുറി അടച്ച് കുത്തിയിരിക്കും. ഞാൻ അടുക്കള കിടന്ന് കഷ്ടപ്പെട്ട് കാലാക്കി വെക്കുമ്പോ എല്ലാരും ഇറങ്ങി വരും. ഒരു വേലക്കാരിയുണ്ട്, അവളും വന്നില്ല. മനോഹര, ഈ കൊച്ചിനെ നിൽക്കടാ. അയ്യോ, വേറെ എന്ത് പണി വേണേലും ചെയ്യും, ഇത് മാത്രം എന്നോട് പറയണ്ട. ചേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം. എടുക്കാം എടുക്കാം എടുക്കാം. മോന് മുത്തച്ഛന് വലിയ ഇഷ്ടമാണല്ലേ? അച്ഛാ, കുഞ്ഞുമോനെ മടിയിലിരുത്തട്ടെ? വേണ്ട വേണ്ട, അവൻ എന്റെ മടിയിൽ എങ്ങാനും കുതിച്ച് ചാടിയാ എനിക്ക് അവനെ പിടിക്കാൻ പറ്റില്ല. നീ തന്നെ അവനെ വെളിയിലെങ്ങാനും കൊണ്ടുപോയി കളിപ്പിക്കാൻ കൊണ്ടുപോ. ഈ നാശം പിടിച്ച ചെറുക്കിന് എന്നെ തന്നോളൂ. മോൻ ഇവിടെ ഇരുന്നോ കേട്ടോ. ചിറ്റപ്പ ഇപ്പൊ വരാം, ഇവിടെ ഇരുന്നോ. അച്ഛാ, മോൻ ഇവിടെ ഇരിപ്പുണ്ടോ കേട്ടോ. ഇത് വെച്ച് കളിച്ചോ. ഇത് കൊണ്ട് വെച്ചു. ബോബി, മോനെ നോക്കണം കേട്ടോ. ടാറ്റാ. ഒന്ന് ശരിക്കും ഇങ്ങനെ പിടിച്ച് കൊന്ന് കുടഞ്ഞത് ശരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെയോ? ഇതെങ്ങനെ? ഞാൻ വിട്ടുകളയാ, ഇപ്പൊ ഞാൻ പറഞ്ഞേക്കാം. ശരിക്കും പിടിക്കുന്നേ? ഞാൻ പിടിക്കുന്നില്ലേ ഇപ്പം? അയ്യോ രാജു, പ്ലീസ്. കുറച്ച് കുടഞ്ഞ കെട്ടവിടെ ആദ്യം. അശ്വതി, കുഞ്ഞ്. രാജു, ഇങ്ങോട്ട് തരൂ. രാജു, കരണ്ടോ? അയ്യോ, എന്താ അവിടെ? എന്റെ കുഞ്ഞിനെ കൊന്നു. ഈശ്വര, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? രണ്ടാളും കൂടി എന്റെ മോനെ കൊല്ലാൻ നോക്കായിരുന്നു അല്ലേ? അല്ല, കുഞ്ഞ് തന്നെ വീണതാ. ഞാനാ രക്ഷിച്ചത്. എനിക്കറിയാം, ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. നിങ്ങൾക്ക് എന്നോടും വിശ്വാസത്തിനോടും വെറുപ്പാണ്. ഞങ്ങളിവിടെ താമസിക്കുന്നത് പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടുന്നതിന് പകരമല്ലേ നിങ്ങൾ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത്? ഞങ്ങൾ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ല. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ കുഞ്ഞ് ചത്തുപോയേനെ. ഓ, ചാവുന്നു. ഇവിടെ ഉള്ളവനാ തലയ്ക്ക് സുഖമില്ല. വന്നു കയറിയോളോ അതിലും വട്ട്. ഒരു ദിവസമെങ്കിലും എന്റെ കുഞ്ഞിനെ എടുത്ത് നീ കളിപ്പിച്ചിട്ടുണ്ടോ? അവലക്ഷണം കിട്ടവള്. ദേ, അനാവശ്യം പറയരുത്. നിങ്ങൾ ഇതൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതല്ലേ? ഞാൻ ഈ വീട് ഭരിക്കാനൊന്നും വന്നില്ലല്ലോ. രാജുവിന്റെ അടുത്തുള്ള നിങ്ങളുടെ പെരുമാറ്റം വന്ന അന്ന് മുതൽ ഞാനും കാണുന്നുണ്ട്. പാവമാണെന്നും കരുതി ഒന്നും മനസ്സിലാവില്ലെന്ന് വിചാരിക്കരുത്. ഒരു അസുഖമില്ലാത്ത ആളെ പറഞ്ഞു പറഞ്ഞ് ഭ്രാന്തനാക്കി നിങ്ങളല്ലേ? ചുമ്മാ ഇരിക്കും രാജു. എത്ര നാളെന്നും പറഞ്ഞ് ഇത് സഹിക്കുക? നീ സഹിക്കണ്ട, കുറെ നിന്ന് പ്രസവിക്കും. നാലാള് കേക്കട്ടെ. കാശും പണവും മോഹിച്ചൊരു ഭ്രാന്തനെ കല്യാണം കഴിച്ചവളല്ലേ നീ? ഇവിടുത്തെ കാശ് കൊണ്ട് അനിയത്തിയുടെ കല്യാണം നടത്തിയ ഞാനല്ല, നിങ്ങളാണ്. എനിക്ക് എന്റെ വീട്ടുകാരും ഭർത്താവും വലുതാ. എനിക്കും എന്റെ ഭർത്താവ് വലുതാ. പക്ഷെ ഇവിടുത്തെ ഒറ്റ കാശും എന്റെ വീട്ടുകാർക്ക് വേണ്ട. അശ്വതി, എന്താ ഇത്? ചെല്ല്, പുന്നാരമോളെ വിളിക്കുന്നു. ഞാനൊരാളാണല്ലോ ഇവിടെ അധികപ്പറ്റ്. ഞാനും പോയേക്കാം. വേണ്ട വേണ്ട, നിങ്ങളവിടെ നിന്നോ, ഞങ്ങളൊന്ന് പോയേക്കാം. മിണ്ടായിരിക്കും അശ്വതി. എന്തുവാ പറയുന്നത്? അച്ഛൻ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? എങ്ങോട്ട് പോയെന്നാ പറയുന്നേ? മര്യാദക്ക് എന്റെ മോളെ കാണിച്ചെന്നില്ലേ ഒന്നിനെ ഞാൻ വെച്ചേക്കത്തില്ലേ, പറഞ്ഞേക്കാം. എന്റെ മോളെവിടെ? എന്റെ മോളെവിടെ എന്ന്? ഭാർഗവി ഒന്ന് സമാധാനിക്കുക. സമാധാനിക്കാനോ? എങ്ങനെ സമാധാനിക്കാനാ പറയുന്നേ?
എന്തൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്കിപ്പോ കാണുന്നു എന്റെ മോളെ. ക്ഷമിക്കേ, അവര് വരും. അവരകലേക്കെങ്ങും പോയിട്ടുണ്ടാവില്ല. എങ്കിൽ പിന്നെ അവരെവിടെ? ഭാർഗവിയമ്മ എന്റെ വേദന കൂടി ഒന്ന് എനിക്ക് ആരുടെ വേദന അറിയണ്ട. എന്റെ മോളെ എവിടാന്ന് അറിഞ്ഞാ മതി. അത് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അവരെവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വരാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. ഭാർഗവിയമ്മ അകത്തോട്ടിരിക്കെ. എന്റെ മോളില്ലാതെ ഞാൻ ഈ വീട്ടിനകത്ത് കയറിയിരിക്കാനോ? ഓ, വലിയ വീടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ വീട്ടിനകത്ത് എന്റെ കുഞ്ഞിന് വല്ല സ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇവിടുന്ന് വിളിച്ചോടുമായിരുന്നു. ഭാർഗവിയമ്മേ, നിങ്ങൾക്ക് വേറെ മക്കളുണ്ടോ സമാധാനിക്കാൻ? എനിക്കോ? കാര്യമൊക്കെ കാര്യം. എന്റെ മോളെ ഉടനെ കണ്ടുപിടിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഞാനേ ഉമ്മർത്ത് കെട്ടി തൂങ്ങിച്ചാകും, പറഞ്ഞേക്കാം. ഓ, വീര വിട നോക്കട്ടെ, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അശ്വതി, Seem weaker when you're alone. Saints are on you when you're down, when you're strange. Faces come out of the rain when you're strange. No one remembers your name when you're stung, when you're strange, when you're strange, when you're strange.
ദൈവമേ, നീ എന്നെ മറന്നുപോയല്ലോടാ. ഞാൻ നിന്റെ എക്സ്പയറായിട്ട് നീ എന്നെ മറന്നുപോയല്ലോടാ. ഞാൻ അങ്ങോട്ട് വരട്ടെ മോനെ? വരാനോ? വാ വരുന്നു. വാ വാ പോവാം. നിക്ക. അയ്യോ. ഏത് കരയിൽ ചാടി ചെത്താലും ശവമെന്ന് അടിയുന്നത് നമ്മുടെ ഈ കടപ്പുറത്താ. എന്നാ പിന്നെ സാധാരണ ശവങ്ങൾക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കങ്ങ് ചെയ്തോ. അശ്വതി എനിക്കാ അശ്വതി എനിക്കാ. ഇപ്പൊ വളരെ കുറവുണ്ട്. ആ, കുട്ടികൾ വന്നപ്പോഴേ ഒരു ആശ്വാസമായി. എന്നാലും ടാബ്ലറ്റ്സ് മുടക്കണ്ട. അത് പിന്നെ പറയണോ? ഞാൻ കഴിച്ചോളാം. ഞാൻ വരട്ടെ. ഓ, നീ ഒരുത്തനായി കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത്. മുൻപ് ശരീരം മാത്രമേ തളർന്നിരുന്നുള്ളൂ, ഇപ്പൊ മനസ്സും. അല്ല, നിനക്കിവിടെ എന്തിന്റെ കുറവാ? കുറവൊന്നുമില്ല, പക്ഷെ ഇവിടെ നിന്നാ സമനില തെറ്റും തോന്നി. കൊച്ചിനെ അവൻ കൊണ്ടുപോയി കൊടുത്തോ, അല്ലെ കൊല്ലാൻ കൊണ്ടുവന്നു പറയും. നീ എന്താടാ ഈ പറയുന്നത്? ഒരിക്കൽ അങ്ങനെ ഉണ്ടായി എന്ന് വെച്ച് നിങ്ങൾക്ക് കുറെ കൂടെ സന്തോഷമായി കഴിഞ്ഞുകൂടെ ഈ വീട്ടില്? അശ്വതി വേണ്ടേ പിന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ? ദേ, അതിരാവിലെ അമ്മയെ ചെന്ന് കാണണം. കുറെ ദിവസമായിട്ട് അവർ വെള്ളം പോലും ഇറക്കാതെ കിടക്കുക. ആ പിന്നെ ഈ വേഷം ഒന്നും ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോയേക്കരുത് കേട്ടോ. നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ? മനുഷ്യനെ ഇങ്ങനിട്ട് തീ തീറ്റാതെ. ഒരു പാടത്തിന്റെ അകലവല്ലേ ഉള്ളൂ, എന്നും കാണാമല്ലോ എന്ന് കരുതിയാ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നിട്ടോ മരിക്കാൻ കിടന്ന ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആളില്ലെന്നായി. അല്ല, ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് പുറത്തൊന്നും പോയില്ലല്ലോ. പിന്നെ അനുവാദം മേടിച്ചു പോകുന്നതിൽ ഒരു രസവും തോന്നിയില്ല. ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചപ്പോ നല്ല രസമായില്ലേ? എവിടെ പോയാലും ഞങ്ങൾ ഇങ്ങ് വരില്ലേ അമ്മേ? ദേ, ഒറ്റ വീക്ക് വെച്ച് വന്നാലുണ്ടല്ലോ, പ്രായമായെന്നൊന്നും ഞാൻ കരുതത്തില്ല. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ഇന്ന് വന്നില്ല, കാണായിരുന്നു. ചത്തുകളഞ്ഞനെ ഞാൻ. അമ്മയ്ക്ക് എപ്പോഴും ചാകുന്ന വിചാരമേ ഉള്ളൂ. പിന്നെ 100 കൊല്ലം ജീവിച്ചിരിക്കാൻ പോവല്ലോ. എന്താ രാജു, എനിക്ക് ആകെ ഒരു മകളെ ഉള്ളൂ എന്ന് നിനക്കറിഞ്ഞൂടെ? ആ, അറിയാം. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ഇനി കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാ മതി. എന്നാ പിന്നെ അമ്മയുടെ ഇഷ്ടം പോലെ ആവട്ടെ. എന്താ ഇത്? ഫോട്ടോ. ഏ, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ വേഷം? പോകും, പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല.
മിസ്റ്റർ വിശ്വനെ ഒന്ന് കാണണമായിരുന്നു. എന്തിനാ? ആ വസ്തുവിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാനാ. വസ്തുവോ? ഏത് വസ്തു? ആരുടെ വസ്തു? അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. വിശ്വനെ ഒന്ന് വിളിക്കാമോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. ഇവിടെ വസ്തു കൊടുക്കാനോ ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങളോടൊന്ന് വരാൻ പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞു കേട്ടില്ലേ? ഇവിടെ വസ്തു കൊടുക്കാനില്ലെന്ന. മിസ്റ്റർ വിശ്വനെ ഒന്ന് വിളിക്കാമോ? രാജു, എന്താടാ പറഞ്ഞത്? ഞാൻ പറയേണ്ടത് പറഞ്ഞു. എന്ത്? എന്താ? രാജു, വരൂ രാജു, വരൂ നീ. ഐ എം സോറി. വരൂ, ഇരിക്കൂ. വിശ്വട്ടം പറയുന്ന കേട്ടാ തോന്നും ഇതൊക്കെ രാജു ചെയ്യുന്നതാണെന്ന്. ഓ, പേടിപ്പിക്കുന്ന അന്തരീക്ഷം. എന്നാ നമുക്ക് എവിടെങ്കിലും മാറി താമസിച്ചാലോ? അതല്ലേ ഞാൻ പറഞ്ഞത്, അമ്മയുടെ കൂടെ പോയി താമസിക്കാന്ന്. അങ്ങനെ പോയാ അവര് പേടിച്ച് പിന്മാറിയെന്ന് പറയും. നമുക്ക് ഇവിടെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്ത് അവരെ തോപ്പിക്കണം. പിന്നെ നമ്മുടെ ആഹാരത്തിന്റെ കാര്യത്തെ പറ്റി വളരെ സൂക്ഷിക്കണം. അവര് വിഷം കലർത്താൻ പോലും മടിക്കില്ല.
മതി മതി. ഇരിക്കുമോനെ. രാജു, വിശ്വം, നീ ഇരിക്കെ. എന്താടാ രാജു ഇത്? അല്ല, വിഷം കഴിച്ച് മരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എവിടുന്ന് വരുന്നടാ റോക്കറ്റ്? ഏത് സമയത്തും എന്തും സംഭവിക്കാം. അവൻ കത്തിയുമായാണ് നടക്കുന്നത്. ഫോട്ടോ നശിപ്പിക്കുക, ഷർട്ട് കത്തിക്കുക, ബൈക്കിന്റെ ടയർ കുത്തിക്കേറുക. രാത്രി സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അവൻ വല്ലാത്തൊരവസ്ഥയിലാണ്. അച്ഛനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഡോക്ടർ. വിശ്വ ഒരു കാര്യം ചെയ്യും. നാളെ രാജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. നമുക്കൊരു ഷോക്ക് കൊടുക്കാം. അവരെന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. എന്നെ പറഞ്ഞയക്കല്ലേ അശ്വതി. അവരെന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു വണ്ടിയെ കൊണ്ടാ. എന്താ പറയുന്നത്? ഭ്രാന്തില്ല അശ്വതി, ഞാൻ പോവില്ല. എന്നെ പറഞ്ഞയക്കല്ലേ. വന്നു അശ്വതി. രാജു, നിന്നെ ഡോക്ടർ ഒന്ന് കാണണമെന്ന് പറയുന്നു. ഞാൻ വരില്ല. രാജു, നീ ചുമ്മാ ബഹളം ഉണ്ടാക്കാതെ. എനിക്ക് ഭ്രാന്തില്ല. ഡോക്ടറെ അടുത്തുനിന്ന് വന്നാ മതി രാജു. ഉടനെ തിരിച്ചു വരാം. വേണ്ട വേണ്ട. രാജു, രാജു, അശ്വതി, അയ്യോ അച്ഛാ, രാജു, അച്ഛാ, അയ്യോ അച്ഛാ, മനോര, രാജു, കൊണ്ടുപോലേ. അയ്യോ അച്ഛാ, രാജു, അയ്യോ അച്ഛാ, രാജു, രാജു, അശ്വതി.
അയ്യോ അശ്വതി അയ്യോ അശ്വതി അയ്യോ അശ്വതി അശ്വതി നീ സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് കണ്ണടയ്ക്കാമെന്നാ ഞാൻ വിചാരിച്ചത്. ഒരു സൂക്കേടുകാരനെ കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടോ? മോതിരം മാറി സ്നേഹമാണ്, രാജുവിനെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ സമ്മതിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? എനിക്കുമില്ല സമാധാനം, നിനക്കുമില്ല. ഡോക്ടർ പറഞ്ഞത് രാജുവിന് കുഴപ്പമൊന്നുമില്ലെന്ന. എന്നാലും ആ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലമ്മേ. മുടിയൊക്കെ വെട്ടി ഓർമ്മയില്ലാതെ എന്റെ രാജു. ഇനിയിപ്പോ ഓർത്ത് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ നമ്മുടെ വിധി. ഇനിയിപ്പോ അങ്ങനെ വിചാരിക്കില്ലേ നിവൃത്തിയുള്ളൂ. വിചാരിച്ച് എന്റെ മോളൊരു കോലമായി. നീ എന്തിനാ അരി ഇങ്ങനെ തിന്നുന്നേ? എനിക്കിപ്പോ അരി, പുളി, മാങ്ങയൊക്കെ വലിയ ഇഷ്ടം. അശ്വതി, നേരാണോ? രാജു പറഞ്ഞോ? വരൂ, നമുക്ക് എന്റെ റൂമിലേക്ക് ഇരിക്കാം. ഇരിക്കൂ. രാജുവിനെ മറ്റു രോഗികളുടെ കൂടെ കണ്ടപ്പോൾ അശ്വതിക്ക് വിഷമം തോന്നിക്കാണുമല്ലേ? അതല്ല ഡോക്ടർ, രാജുവിനെ എത്രയും വേഗം ഇവിടുന്ന് കൊണ്ടുപോയി കൊള്ളാവുന്നുണ്ട്. കൊണ്ടുപോകുന്നതിൽ വിരോധമില്ല, പക്ഷേ മരുന്നുകൾ സമയാസമയത്ത് കൊടുക്കണം. രാജു വളരെ സെൻസിറ്റീവാണ്. ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഡോക്ടർ.
രാജു രാജു എന്താ രാജു? ഒന്നുമില്ല. എന്തിനാ ഇരുട്ടത്തിരിക്കുന്നേ? ഒരു ഉന്മേഷവും തോന്നുന്നില്ല. അതൊക്കെ അങ്ങ് മാറുന്നേ. ആ രാജു, അന്നത്തെ റീൽസ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. രാജു, ഞാനൊരു കാര്യം പറയട്ടെ. രാജുന് ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ കൂടുതൽ ഇഷ്ടം? രാജു Slowly. Comfortable? Shoulder. കാല് നേരെ. ധന്യ നിമിഷമേ ഹർഷപുളകമേ അമൃത ബിന്ദുവേന്തി വന്ന കനക ചഷകമേ ധന്യ നിമിഷമേ ഹർഷപുളകമേ അമൃത ബിന്ദുവേന്തി വന്ന കനക ചഷകമേ ധന്യ നിമിഷമേ. പ്രേമമെന്ന വല്ലിയിന്ന് കോടി കായ്ച്ചു മോഹമെന്ന പൂവി നിന്നു കാന്തി വാച്ചു ഹൃദയരാഗമാ മധുരഗീതമാ മദാലസം മനോരഥം വിടർന്നു പൂർവജന്മ പുണ്യം അച്ഛനായി ഞാൻ ധന്യ നിമിഷമേ. നാദമെന്ന ദിവ്യരത്ന മാല നീട്ടി മോദമെന്ന പൊൻവിപഞ്ചി മീട്ടി മീട്ടി കാമ്യപുഷ്പമാ കാവ്യശില്പമാ പ്രഭാമയം
ധന്യ നിമിഷമേ ഹർഷപുളകമേ അമൃത ബിന്ദുവേന്തി വന്ന കനക ചഷകമേ ധന്യ നിമിഷമേ ഹർഷപുളകമേ 15, 16, 17, 18. 18. ദേ ഇത് 18 ഉള്ളൂ. ആ 18 ഉള്ളൂ. ബാക്കി ബാക്കി ഞാൻ ഡ്രീം ഹൗസിനോട് ചേർത്ത് ഒരു ബെഡ്റൂമും ബാത്റൂമും പണിയാൻ പോവാ. നിന്റെ പ്രസവത്തോട് നമുക്ക് താമസം ഇങ്ങോട്ട് മാറ്റണം. ആ വലിയ വീട്ടിൽ നിന്ന് മാറിയാൽ തന്നെ എനിക്ക് ഒരു അസുഖവും വരില്ല. നമുക്കുണ്ടാകുന്ന കുഞ്ഞിനെ ഇവിടെ വളർത്തിയാൽ മതി. അശ്വതി എന്ത് പറയുന്നു? രാജുവിന്റെ ഏത് ഇഷ്ടവും എന്റെയും കൂടെ ഇഷ്ടമാണ്. നമ്മുടെ കുഞ്ഞ് സ്വപ്നങ്ങൾ കണ്ട് വളരണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും നേതാവായി. രാജുവിനെ പോലെ ചിത്രം വരച്ച് റോക്കറ്റ് ഗവേഷകനായി. എന്താ ഇത്? ഇതാരാ വേലി കെട്ടിരിക്കുന്നേ? രാജു ആരാ വേലി കെട്ടിരിക്കുന്നേ? രാജു നിൽക്കാൻ. രാജു ആരോട് വെച്ചിട്ടാ ഇതെല്ലാം എടുത്തേ? ഈ സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു. ആരോട് കൊടുത്തേ? ആരോട് വെച്ചിട്ടാണ് കൊടുത്തേ? അയ്യോ 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 നല്ലല്ലേ? അയ്യോ രാജു നിർത്തണം. ആരോട് ചോദിച്ചിട്ടാ എസ്റ്റേറ്റ് കൊടുത്തേ? ഇത് അച്ഛന്റെ സ്ഥലമാണ്. ഇത് വിൽക്കാൻ നിന്നോട് ചോദിക്കണം. ഇത് അച്ഛൻ എനിക്ക് തന്നിട്ടുള്ളതാ. ഇത് എന്റെ സ്ഥലമാ, എന്റെ മാത്രം. ഇത് വിൽക്കാൻ പറ്റില്ല. ഇത് സമ്മതിക്കില്ല. ഓടാ. അങ്ങോട്ട് പോകണ്ട. രാജു എടാ രാജു, കുപ്പി താഴെ, കുപ്പി താഴെ. രാജു
അക്രമം ചെയ്യാനുള്ള ടെൻഡൻസി അവൻ ഇതിനു മുമ്പ് തന്നെയുണ്ട്. ഇപ്പോഴവന്റെ അങ്ങേറ്റത്തെത്തിയിരിക്കുകയാണ്. അല്പം തെറ്റിയിരുന്നെങ്കിൽ ഈ കുത്തന്റെ നെഞ്ചത്തായനെ. എനിക്കിത് ആദ്യത്തെ അനുഭവമല്ല. സ്വന്തം അനിയനല്ലേ എന്ന് കരുതി ഞാനിതൊക്കെ ക്ഷമിച്ചു. ഇനി എനിക്ക് വയ്യ. ഇത് ഡോക്ടറുടെ കൂടി കുറ്റമാണ്. അന്ന് ഷോർട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സമനില കിട്ടിയെന്ന് അറിയുന്നതിന് മുമ്പ് അവനെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയച്ച് ശരിയായില്ല. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാന്? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡോക്ടർ പറയൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഒരു സർജിക്കൽ മെത്തേഡ് ഉണ്ട്. വളരെ സീരിയസ് ആയ പേഷ്യൻസിന് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അവസാനത്തെ പരീക്ഷണം എന്ന നിലയിൽ ചെയ്യാവുന്ന ഒരു ബ്രെയിൻ ഓപ്പറേഷൻ ആണത്. അത് കഴിഞ്ഞാൽ ഒരു ഓർമ്മയും ഉണ്ടാവില്ല. ആരെ കണ്ടാലും തിരിച്ചറിയില്ല. ഭക്ഷണം വാരിക്കൊടുക്കണം. ഒരു വികാരവുമില്ലാതെ മരണം വരെ കിടക്കും. എനിക്കിങ്ങനെ പറ്റിയതുകൊണ്ട് പറയാണെന്ന് തോന്നരുത്. നാട്ടുകാർ തല്ലിക്കൊല്ലുന്നതിലും ഭേദമല്ലേ നമുക്കവൻ ജീവനോടെ കാണുന്നത്. ഓപ്പറേഷൻ സമ്മതമാണെങ്കിൽ ഈ ഫോമിൽ ഒപ്പിടണം. അച്ഛനും രാജുവിന്റെ ഭാര്യയും. ഒരു ഓർമ്മയും ഉണ്ടാവില്ല. ആരെ കണ്ടാലും തിരിച്ചറിയില്ല. ഭക്ഷണം വാരിക്കൊടുക്കണം. ഒരു വികാരവുമില്ലാതെ മരണം വരെ കിടക്കും.